നമുക്കിനി ആകെ 26 ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ ACC എക്സാമിന്, ഡബിൾ ടാക്സിനും എല്ലാം. നമ്മുടെ ഡിസംബർ 1 to 6 ഉള്ളിൽ എല്ലാ എക്സാംസും തീരും. സോ നമ്മൾ 2 ബുക്ക് എക്സാം പ്രാവശ്യം എഴുതുന്നുണ്ട്, ഡബിൾ ടാക്സും. സോ അതിൻ്റെ സ്റ്റഡി ആയിരിക്കും നമ്മൾ ഇന്ന് കാണിക്കുന്നത്. സോ ഇന്നത്തെ പ്ലാൻ എന്ന് മെയിൻലി പറയുന്നത് ടാക്സ് ഫോക്കസ് ചെയ്തിട്ടാണ്. ടാക്സിന് മെജോറിറ്റി പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ, കോർപ്പറേറ്റ് ടാക്സ് എന്ന പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുള്ളത് നമുക്ക് ടാക്സിൻ്റെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. നമുക്ക് ഇന്ന് ACCയുടെ മെൻറ്റർഷിപ്പോ ക്ലാസ് ഒന്നുമില്ല. ACCയുടെ ഒരു 2 ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യും. അതാണ് നമുക്ക് ഇനി ഡബിളേക്ക് ഇന്ന് കൊടുക്കാനുള്ള ഒരു വർക്ക് എന്ന് പറയാനുള്ളത്. സോ ഇപ്പോൾ മോർണിംഗ് 6:30 ആയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. മോർണിംഗ് ഒരു റണ്ണിന് പോയിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് കുറച്ച് നേരം പഠിച്ചിട്ട് ലക്ഷ്യയിലോട്ട് പോകാം. സോ ഇതിപ്പോൾ മോർണിംഗ് റണ്ണ് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് നല്ല ടയേർഡായി. സോ നമ്മളൊന്ന് നേരെ പോയിട്ട് ടെറസിൽ പോയിട്ട് മെഡിറ്റേറ്റ് ചെയ്തിട്ട് വരും. ആൻഡ് മെഡിറ്റേഷൻ ചെയ്തതോടുകൂടി നമുക്ക് കുറച്ച് ലോണ്ടറിയും കൂടി ചെയ്യാനുണ്ട്. സോ ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ട്. ഡ്രസ്സ് വാഷ് ചെയ്യാനിട്ടിട്ട് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പോകും. സോ ടെറസിലെത്തിയിട്ടുണ്ട്. നമുക്കിന്ന് ഇവിടെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. നല്ല വ്യൂ പിന്നെ ഇപ്പോൾ സണ്ണിപ്പോൾ ഒന്ന് റൈസായ കറക്റ്റ് ഫേസിലോട്ട് സൺലൈറ്റും കിട്ടും. ഒരു 10 മിനിറ്റ്സ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തതുകൂടി നമ്മൾ പെട്ടെന്ന് പോകും. ബിക്കോസ് മെഡിറ്റേറ്റ് ചെയ്യണമെന്ന് ജസ്റ്റ് ബ്രെയിനൊന്ന് ഫോഗൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അതിനുശേഷം നമുക്ക് ഇന്ന് മോർണിംഗ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്കിന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, വാഷ് ചെയ്ത് കഴിയണം. ആൻഡ് നമുക്ക് തലയും കഴുകണം. തല കഴുകുമ്പോൾ ഒത്തിരി പണി തന്നെയാണ്. ഓക്കെ, സോ മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. സോ ലഞ്ചൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പിന്നെ കുറച്ചും കൂടി സാധനങ്ങളാക്കാനുണ്ട്. ബാഗിൽ ആക്കിയിട്ട് ടൈം പോകണം. അപ്പോൾ ഏകദേശം ടൈം 8:45 കഴിഞ്ഞു. 8:45 അല്ല, 9 o'clock അറിയും. സോ ഇനി അധികം ടൈം വേസ്റ്റ് ചെയ്യേണ്ട. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് വേഗം ലക്ഷ്യയിലോട്ട് പോവാം. സോ റെഡിയായി, ലക്ഷ്യയിലോട്ട് പോകുന്നു. ഇന്നലത്തെ മിസ്റ്റേക്ക് ചെയ്തില്ല, പിന്നെ ചാവി എടുത്തു. ലക്ഷ്യയിലോട്ടെത്തി. എല്ലാവരും പെയിൻറ്റ് കളിച്ചിരിക്കുന്നു. സോ ഗൈസ്, ലക്ഷ്യയിൽ പഠിക്കാൻ വന്നിട്ടുണ്ട്. നമ്മളെ തന്നെ പുതിയൊരാളല്ല, പഴയൊരാളെ കാണിച്ചത്. എന്താണ് ഇന്നലെ പഠിക്കാൻ വന്നിരിക്കുന്നത്? പ്രൊസീജിയേഴ്സ് ആവും. സോ ഇനി ടാക്സ് ക്ലാസ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലഞ്ച് ബ്രേക്ക് ആയിട്ടുണ്ട്. ലഞ്ച് ബ്രേക്ക് എത്ര നേരം ഓഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഡിറ്റ് നമ്മൾ ജയകൃഷ്ണൻ്റെ ഒപ്പം ഓഡിറ്റ് ചെയ്തു. അവിടെ വസീം, അവിടെ നമ്മുടെ നായകൻ, അവിടെ വസീമിന്ന് വന്നിട്ടില്ല. പകരം നമ്മളന്ന് കുറച്ച് തിയറി ചെയ്തു. ഇനി ചോദ്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ട്. നമ്മൾ ലഞ്ച് ബ്രേക്ക് എടുത്തിട്ട് വരാം. സോ അങ്ങനെ ഒരു ലോങ് ടൈമിന് ശേഷം ഞങ്ങൾ ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ജയകൃഷ്ണ, ഞാൻ ചെയ്ത ചോദ്യങ്ങളൊക്കെ ശരിയാണോ തെറ്റാണോ? പ്രോഗ്രസ് ബട്ട് നോട്ട് പെർഫെക്ഷൻ. സോ ടൈം ഇപ്പോൾ 4:30 ആയിട്ടുള്ളൂ. നമ്മൾ നേരത്തെ ഇറങ്ങുന്നുണ്ട്. ബിക്കോസ് എനിക്കൊരു വർക്കുണ്ട്. വർക്ക് വേറെ വർക്കൊന്നുമല്ല, സ്വന്തം കടയാണ്. സോ കൺസൈൻസ് എന്തായാലും നമുക്കിന്ന് നേരത്തെ ഇറങ്ങണം. 7 മണിക്ക് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ക്ലാസ് ഉണ്ട്. സോ അത് അവിടെ എത്തും വേണം. ആൻഡ് എനിക്ക് ഇന്നലത്തെ 3 ദിവസം മുന്നത്തെ ഒരു ക്ലാസ് പെൻഡിങ് ഉണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് ഒരു പെൻഡിങ് ഉണ്ട്. അതെനിക്ക് കംപ്ലീറ്റ് ചെയ്താലാണ് ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് നേരെ വേണം ശ്രദ്ധിക്കാൻ, എനിക്ക് മനസ്സിലാവുള്ളൂ. ആൻഡ് വിത്തൗട്ട് എനി ടൈം വേസ്റ്റ് നമുക്ക് വേഗം പോയിട്ട് വണ്ടി എടുക്കണം. ബാഗ് വെച്ചിട്ട് നേരെ സാധനങ്ങൾ വാങ്ങാൻ പോകണം. ബൈ ജയകൃഷ്ണ, നാളെ കാണാം. നാളെ വരില്ല. സോ നമ്മൾ വണ്ടിയിലെത്തി. പിന്നെ ഇവിടെ നിന്ന് നേരെ ഹോസ്റ്റലിൽ നിന്ന് നേരെ സാധനം വാങ്ങാൻ പോകുന്നു. സോ നമ്മൾ സാധനങ്ങൾ വാങ്ങാനെത്തിയിട്ടുണ്ട്. ബാഗ് ഹോസ്റ്റലിൽ കൊണ്ടുവച്ചില്ല, പകരം ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങുന്നത് സാധനം. ആൻഡ് വിതൗട്ട് എനി ടൈം വേസ്റ്റ് നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകാം.
സോ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇനി ഈ സാധനങ്ങളായിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ട് ഡ്രോപ്പ് ചെയ്യണം. എന്നിട്ട് വേറെ അവിടെ നിന്ന് കുറച്ചും കൂടി സാധനങ്ങൾ വാങ്ങണം. സോ ഈ സാധനങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ വാങ്ങിയത്. 1 2 3 4 5 6 7 8 പാക്കായിട്ടാണ് നമ്മളവിടെ വെച്ചിരിക്കുന്നത്. സോ നമ്മളിനി നേരെ ഹോസ്റ്റലിലോട്ട്. ക്ലാസ് തുടങ്ങി കഴിഞ്ഞ് കുറച്ച് നേരമുള്ളൂ. കുമാരേട്ടൻ്റെ കടയിൽ ഓ ഗോറ്റെ അഭിജിത്ത് പാപ്പി ഇത് നോക്കൂ ഗോറ്റെ അഭിജിത്ത് ഗോറ്റെ ഇവര് പാട്ടും കൂടി പൂലൊക്കെ ലൊക്കി ലൊക്കി ലാലേ സോ ഹോസ്റ്റലിലോട്ട് എത്തിയിട്ടുണ്ട്. ഫുഡ് കൂടി കഴിക്കും. പിന്നെ നെക്സ്റ്റ് നമുക്ക് ലക്ഷ്യ ക്ലാസ് എന്റർടൈൻമെന്റ്. സോ ക്ലാസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ എം ടോട്ടലി ബ്രെയിനൊക്കെ ഒരുമാതിരി ആയിട്ടുണ്ട്. എന്താ അറിയില്ല, ഇന്ന് ഒരുമാതിരി ആയിരിക്കുന്നു. വീട്ടിൽ എനർജി ലോ ആണോ വായ്. എൻ്റെ മെമോ ക്ലാസ്സിൽ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ ഈ ക്ലാസ് ഫുള്ളും കേൾക്കും തോന്നുന്നില്ല. അപ്പോഴേക്കും മൈ ബാറ്ററി വിൽ ബി ഷട്ട് ഓഫ്. സോ ഇപ്പോൾ നമുക്ക് ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ബ്രേക്ക് കിട്ടിയതല്ലാണ്ട് കൂടി വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇന്നലെ എടുത്ത വീഡിയോ എഡിറ്റൊന്നുമില്ല, എല്ലാം ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് ഇട്ട വീഡിയോ ഇപ്പോഴും അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇന്നത്തെ റീസൺ വൈ അത് 2.65 GB ഉണ്ട്. 5G ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കയറുമെന്ന് വിചാരിച്ചു യൂട്യൂബിലോട്ട്. ബട്ട് യൂട്യൂബിലോട്ട് കയറിയില്ല. യൂട്യൂബിൽ ഇത്ര നേരം അപ്ലോഡ് ആയിട്ടില്ല. സോ 1 full day എടുത്തു അപ്ലോഡ് ആയാണ്. ബട്ട് ഇപ്പോഴും അപ്ലോഡ് ആയിട്ടില്ല. 96% നിൽക്കുന്നത്. സോ അത് അപ്ലോഡ് ചെയ്യണം. അത് അപ്ലോഡ് ചെയ്യുന്ന കൂടി ഈ ഇന്നത്തെ വീഡിയോസും കുറച്ചും കൂടി കംപ്ലീറ്റ് ചെയ്യണം. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോസും വരും. അതിൻ്റെ ഇടയിൽ വേറെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ACC എടുക്കാനുള്ള റീസൺ എന്താണ്. ACC എടുക്കാനുള്ള റീസൺ നാളെ ഞാൻ പറഞ്ഞുതരാം. സോ അങ്ങനെ ഇന്നത്തെ നമ്മുടെ ടാക്സ് ക്ലാസ് ഓവർ കഴിഞ്ഞു. ടാക്സ് ക്ലാസ് എൻ്റെ ആകുമ്പോൾ ഒരു ചോദ്യം തന്നു. അത് ഞാൻ കറക്റ്റായിട്ട് ചെയ്തു. ബട്ട് എൻ്റെ തെറ്റി. ക്ലാസ്സിൽ കുറേ ആൾക്കാരുണ്ട്. പെട്ടപ്പെട്ടാണ് ചെയ്ത് വിടുന്നു. നമുക്കൊന്നും എത്തിപ്പിടിക്കാൻ പോലും പറ്റുന്നില്ല ഇവരെങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത്. എനിവേ ഇന്നത്തെ ഡേ ഇവിടെ എൻ്റെ ആവുന്നു. ഇപ്പോൾ തന്നെ ടൈം 10:20 ആകാറായി. ഇന്ന് ഒന്ന് ഫ്രഷായിട്ട് മീൻസ് ജസ്റ്റ് ഒന്ന് കഴിയുന്നു, പ്രയർ ചെയ്യുന്നു, കിടക്കുന്നു. സോ അപ്പോഴേക്കും 11:30 ആകും. മാക്സിമം 11 മുന്നായിട്ട് ഉറങ്ങാൻ നോക്കുന്നു. ബിക്കോസ് എനിക്ക് എക്സാം വരുന്നത് ഡിസംബർ മോർണിംഗ് ടൈമിലാണ്. ഡിസംബർ 1st and 2nd 9 o'clock എക്സാം. സോ 9 o'clock പറയുമ്പോൾ 9 o'clock എക്സാം എഴുതുന്ന മൈൻഡിലോട്ട് എത്തണം. അപ്പോൾ നമ്മളൊരു 3 മണിക്കൂർ മുന്നെങ്കിലും എണീച്ചിരിക്കണം. സോ 6 എങ്കിലും മിനിമം. ബട്ട് എനിക്ക് ട്രാവൽ ചെയ്ത് എക്സാം ഹാളിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഒരു 5 o'clock ഇപ്പം തന്നെ എണീച്ച് ശീലിച്ച ആ ടൈം ആകുമ്പോൾ വലിയ പ്രശ്നം തോന്നില്ല. സോ കാണാം. സോ എനിവേ ഇതുവരെ വാച്ച് ചെയ്താൽ നിങ്ങൾ താങ്ക് യു. സോ നാളെ വീണ്ടും കാണാം. സോ നിങ്ങൾ ACC പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എക്സാം ഉണ്ടെങ്കിൽ ഓൾ ദ ബെസ്റ്റ് ഫോർ യു എക്സാം. കീപ് പുട്ട് എഫേർട്ട്, മാക്സിമം എഫേർട്ട് കൊടുക്കുക. ഫെയിൽ ലൈക്ക് ലെവൻഡോസ്കി ആൻഡ് നോട്ട് ലൈക്ക് അതൊന്നും ഓർമ്മയില്ല. എനിവേ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് കൊടുക്കുക. അതേ നമുക്കിവിടെ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഇത്ര ദിവസം ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഇനി അങ്ങോട്ടുള്ള ദിവസം ഈച്ച് ആൻഡ് എവറി സിംഗിൾ ഡേ പഠിക്കണം. ഇനി അങ്ങോട്ടുള്ള ഒരു ദിവസം പഠിക്കാണ്ടിരുന്നാൽ കഴിഞ്ഞു പോയി. സോ അത് വിത്ത് എക്സ്പീരിയൻസ് വെച്ച് പറയാം. ഇനി അങ്ങോട്ടുള്ള ഒരു ദിവസം പോലും പഠിക്കാണ്ടിരിക്കരുത്. എല്ലാ ദിവസവും പഠിക്കാം. എക്സാമിന് ലാസ്റ്റ് ടൈം മാത്രം വേണമെങ്കിൽ പഠിക്കാണ്ടിരിക്കാം. എനിവേ സിംഗിൾ പേപ്പർ വെച്ച് ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഈ 25 days കൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഏത് പേപ്പർ ആണെങ്കിലും കറക്റ്റായിട്ട് സമാധാനത്തിൽ പോയി നിൽക്കുകയാണെങ്കിൽ പറ്റും. വിത്ത് എവറി ടെസ്റ്റ് ഇതിപ്പോൾ നമ്മൾ വെറും പഠിച്ചാൽ മാത്രം പോരാ. ഇനി ഇതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻസ് ചെയ്താലാണ് എക്സാമിന് നിങ്ങൾക്കത് റെഡി ആവുള്ളൂ. ബിക്കോസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് ഓൺ ദ സ്പോട്ട് ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉത്തരം കിട്ടും. എനിക്ക് ഉത്തരം കിട്ടും. ബട്ട് നമ്മൾ എക്സാം ഹാളിൽ പോകുമ്പോൾ ഉത്തരം കിട്ടില്ല. നമ്മൾ മറന്നു പോവും ഈ ചോദ്യം എന്തായിരുന്നു. അതാണ് എനിക്ക് കഴിഞ്ഞ അറ്റംപ്റ്റിൽ പറ്റിയത്. എക്സാം ഹാളിൽ പോയി ചോദ്യം നോക്കുമ്പോൾ ഇത് ഏതാ ഭാഗമെന്ന് പോലും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. സോ അത് ഇപ്രാവശ്യം ഉണ്ടാക്കരുത്. സോ വേഗം കംപ്ലീറ്റ് ആക്കിയിട്ട് റിവിഷൻ്റെ മുന്നായിട്ട് ഒരു കിറ്റ് മെജോറിറ്റി പോർഷൻ കംപ്ലീറ്റ് ചെയ്യണം ടാക്സിൽ.
ഓൺ ദ അതർ സൈഡ് ഓഡിറ്റ് ഇപ്പോൾ നല്ല ബാക്കിൽ നിൽക്കുക. ഓഡിറ്റിനെ തിരിച്ചു വരണം. സോ ഓഡിറ്റിൽ ഒരു കംബാക്ക് പ്രതീക്ഷിച്ചിട്ട് മുന്ന സൈനിങ് ഓഫ് ഫ്രം മുന്ന അൺഫിൽറ്റേർഡ്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ടുമോറോ. നാളെ കാണാം.